ഇന്ന് നമ്മുടെ ഈ ഒരു ലോകത്തെ ഒരു മൂന്നാം കണ്ണ് കാണുന്നുണ്ട്. മറ്റാരുമല്ല, ക്യാമറകൾ. ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട് വരെ നമുക്ക് കാണുവാൻ സാധിക്കും. ക്യാമറ കൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്നാൽ ക്യാമറയിൽ കാണിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാനും അതുപോലെ തന്നെ അതൊക്കെ സൂക്ഷിച്ചു വെക്കുവാനും സാധിക്കും. CCTV ക്യാമറ മുതൽ പെൻ ക്യാമറ വരെ ഇന്ന് സുലഭമാണ്. പണ്ട് കാലങ്ങളിൽ ഭൂകമ്പങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ദൃശ്യമൊന്നും നമുക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ക്യാമറ കണ്ടുപിടിച്ചതോടെ പല ദുരന്തങ്ങളും നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ അത്തരത്തിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ക്യാമറയിൽ പതിഞ്ഞ ചില ദുരന്തങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ഗൈസ്, ഇറ്റ്സ് മീ ഷാഹിൻ ഷഹ്സാദ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്പർ 10. പലതരം ചുഴലിക്കാറ്റിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ കണ്ടു കാണും. എന്നാൽ തീ ചുഴലിക്കാറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം അത്രയും റയറായി മാത്രം കണ്ടുവരുന്ന ഒരു പ്രകൃതി ദുരന്തമായിരുന്നു തീ ചുഴലിക്കാറ്റ്. പ്രകൃതിയിലെ രണ്ട് മാസ് വില്ലന്മാരായ തീയും കാറ്റും ഒരുമിച്ച് അടിച്ചു വീശുന്ന ഒരു പ്രക്രിയയാണ് ഫയർ ടൊറാൻഡോ. തീ മുകളിലേക്ക് കത്തുമ്പോൾ ടൊറാൻഡോ പോലെയുള്ള ചുഴലിക്കാറ്റുണ്ടെങ്കിൽ അത് ഈ ഒരു ഫയറിനെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യും. അതുകൊണ്ട് ഇത് ഒരു വമ്പൻ തീയായി മാറും. ഇങ്ങനെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലുത് സംഭവിച്ചത് ജപ്പാനിലെ ടോക്കിയോ നഗരത്തിലായിരുന്നു. 1923 ജപ്പാനിലുണ്ടായ ഭൂമികുലുക്കം കാരണം പലതരം നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ തീപിടുത്തമാണ് പിന്നീട് ഒരു വമ്പൻ തീ ചുഴലിക്കാറ്റിൽ കലാശിച്ചത്. അതാവട്ടെ ചരിത്രത്തിലെ ഒരു റെക്കോർഡായി മാറുകയും ചെയ്തു. 659 അടി നീളവും 100 അടി വീതിയും മണിക്കൂറിൽ 201 കിലോമീറ്റർ സ്പീഡിലും സഞ്ചരിക്കുന്ന ഒരു വമ്പൻ ചുഴലിക്കാറ്റ് അന്ന് ഒട്ടേറെ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. 40,000 ആളുകൾക്ക് അന്ന് ജീവനും നഷ്ടമായി. നമ്പർ 9. 2009 മെയ് 31 ചിലിയിലെ കൺസെപ്ഷൻ എന്ന സ്ഥലത്ത് ഈ ഒരു ചുഴലിക്കാറ്റ് വീശുന്നത്. ഈ ഒരു ചുഴലിക്കാറ്റ് കാരണം 120 പേർക്ക് അവരുടെ വീടുകൾ നഷ്ടമായി. 12,000 വീടുകളിലേക്കുള്ള പവർ സപ്ലൈയും കട്ടായി. 16ലധികം ആളുകൾക്ക് നല്ല മാരക പരിക്കുകളും സംഭവിച്ചു. കണക്കുകളിൽ ഈ ഒരു ചുഴലിക്കാറ്റ് നാശനഷ്ടം അങ്ങനെ വരുത്തിയില്ലെങ്കിലും ഇതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് തന്നെ കിളി പോകുന്നു. നമ്പർ 8. 2015 നേപ്പാളിൽ സംഭവിച്ച ഒരു എർത്ത് വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. റെക്ടർ സ്കെയിലിൽ 8.9 മീറ്റർ രൂപപ്പെടുത്തിയ ഈ ഒരു ഭൂമികുലുക്കം ഏകദേശം 9,000 പേരുടെ ജീവനെടുത്തു. 72,000 പേർക്ക് പരിക്കുകളും സംഭവിച്ചു. ഏകദേശം 3.5 മില്യൺ ആളുകൾക്ക് അവരുടെ പാർപ്പിടവും നഷ്ടമായി. നമ്പർ 7. 2011 ജപ്പാനിലെ സുനാമിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഒരു സുനാമിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എത്രത്തോളം നാശനഷ്ടമാണ് ഈ ഒരു സുനാമി വിതച്ചതെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും. കിറ്റോണി പ്ലേറ്റ്സ് കൂട്ടിയിടിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു വമ്പൻ ഭൂമികുലുക്കമാണ് ഈ ഒരു സുനാമിക്ക് പിന്നിലുള്ള കാരണം എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 10,000 മുകളിൽ ആളുകൾ ഈ ഒരു സുനാമിയിൽ മരണപ്പെട്ടു. 20,000 മുകളിൽ ആളുകളെ ഇതുവരെയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുമില്ല. ഏകദേശം 12 ലക്ഷത്തിൻ്റെ ബിൽഡിംഗ് നഷ്ടമാണ് അന്ന് ജപ്പാന് സംഭവിച്ചത്. $235 ബില്യൺ നഷ്ടമായിരുന്നു ഈ ഒരു സുനാമി കാരണം ജപ്പാന് സംഭവിച്ചത്. എന്നാൽ പിന്നീടുള്ള ജപ്പാനിൻ്റെ വളർച്ച അതിശക്തമായിരുന്നു. നമ്പർ 6. 2017 മെയ് 7 ഒരാൾ ഈ ഒരു വീഡിയോ പകർത്തുന്നത്. ചുഴലിക്കാറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പീക്ക് വെർഷൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അമേരിക്കൻ സംസ്ഥാനമായ കൊളറാഡോയിൽ നിന്നാണ് അതിഭയാനകമായ ഈ ഒരു ചുഴലിക്കാറ്റ് വീശിയത്. മണിക്കൂറിൽ 136 കിലോമീറ്റർ ആയിരുന്നു ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ വേഗത. അതായത് ഈ ഒരു ചുഴലിക്കാറ്റിൽ പെട്ടാൽ കേവലം 1 മണിക്കൂർ കൊണ്ട് കോഴിക്കോട്ട് നിന്നും തൃശ്ശൂരിലേക്ക് എത്തുവാൻ സാധിക്കും. ഈ ഒരു ദേശത്ത് പലതരത്തിലുള്ള ചുഴലിക്കാറ്റ് വേറെ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു ചുഴലിക്കാറ്റ്. ഈ ഒരു ചുഴലിക്കാറ്റ് കാരണം പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ അന്ന് അമേരിക്കക്ക് സംഭവിക്കുകയും ചെയ്തിരുന്നു. നമ്പർ 5. ജൂൺ 1991 ജപ്പാനിൽ നിന്ന് ഈ ഒരു ദൃശ്യം റെക്കോർഡ് ചെയ്യുന്നത്. 1792 പൊട്ടിത്തെറിച്ച മൗണ്ട് യൻസൺ ഒന്നുകൂടെ രോക്ഷാകുലനായിരിക്കുന്നു. ഈ ഒരു പൊട്ടിത്തെറിയിൽ ഏകദേശം 43 പേരുടെ മരണത്തിന് കാരണമായി. എന്നാൽ 1992 സ്ഫോടനം നിങ്ങളിപ്പോൾ കണ്ടതിനേക്കാൾ എത്രയോ ഭയാനകമായിരുന്നു. ഏകദേശം 1 ലക്ഷത്തിന് പുറത്ത് ആളുകൾ അന്ന് ലോകത്തിനോട് വിട പറഞ്ഞു. നമ്പർ 4. 2018 ജൂൺ 3 സെൻട്രൽ അമേരിക്കയിലെ ഗോഡ്മാല എന്ന സ്ഥലത്തെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. ഈ ഒരു പൊട്ടിത്തെറി 79 AD പോംലെ, ഹെർക്കുലി എന്നീ സ്ഥലങ്ങൾ ഇല്ലാതാക്കിയ ഒരു ഇറപ്ഷൻ്റെ മറ്റൊരു പതിപ്പാണ് എന്നാണ് സയൻറ്റിസ്റ്റുകൾ കണക്കാക്കുന്നത്. ഈ ഒരു അഗ്നിപർവ്വതം ഇറപ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായി ഈ ഒരു സ്ഥലങ്ങളിലെ മനുഷ്യരെ എല്ലാവരെയും തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചിരുന്നു. എങ്കിലും 129 പേരുടെ ജീവിതം ഈ ഒരു ദുരന്തത്തിൽ മരണത്തിന് കീഴടങ്ങി. 259 പേരെ ഇതുവരെ കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല. നിങ്ങൾ കാണുന്ന ഈ ഒരു വൈറ്റ് പുക വോൾക്കാനോയിലെ പൊടിപടലങ്ങളാണ്. മണിക്കൂർ 100 കിലോമീറ്റർ ആയിരുന്നു ഈ ഒരു പുകയുടെ വേഗത.
ചൂടാവട്ടെ 700 ഡിഗ്രിയും. ഈ പുക മൂലമാണ് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായതും. നമ്പർ 3, ലാൻഡ് സ്ലൈഡ് മറ്റുള്ള പ്രകൃതി ദുരന്തങ്ങളെ പോലെ തന്നെ വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മുടെ കേരളത്തിലും ഒരുപാട് ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. 1998 മുതൽ 2017 വരെ ഈ ഒരു ഉരുൾപൊട്ടലുകൾ കാരണം 4.3 മില്യൺ ആളുകളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. 18,000 കൂടുതൽ ആളുകൾ ലാൻഡ് സ്ലൈഡ് മൂലം മരണപ്പെട്ടിട്ടുമുണ്ട്. കുറച്ച് ലാൻഡ് സ്ലൈഡ് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമ്പർ 2, ജൂലൈ 4, 2020 മുതൽ 31 ജൂലൈ 2021 വരെ കനത്ത മഴയിൽ ജപ്പാനിലെ ഒരു ഐലാൻഡിലുള്ള വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ പലതരം നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നിരവധി വീടുകളും കാണാതെയായി. പലർക്കും ജോലിയും നഷ്ടമായി. നമ്പർ 1, 2019 ഓസ്ട്രേലിയയിൽ സംഭവിച്ച കാട്ടുതീയെ പറ്റി നിങ്ങൾ കേട്ട് കാണും. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയായി കണക്കാക്കപ്പെടുന്ന ഒരു ദുരന്തമാണ് അന്ന് സംഭവിച്ചത്. 2019 സെപ്റ്റംബറിൽ ആരംഭിച്ച ഈ ഒരു കാട്ടുതീ മുഴുവനായും അണഞ്ഞത് 2020 മാർച്ചിലായിരുന്നു. WWF റിപ്പോർട്ട് അനുസരിച്ച് 46 മില്യൺ ഏക്കറാണ് ഈ ഒരു കാട്ടുതീ കാരണം നശിച്ചു പോയത്. 3 ബില്യൺ വന്യമൃഗങ്ങളും അന്ന് കാട്ടുതീയോടൊപ്പം അവസാനിച്ചു. എന്നാൽ എന്താണ് ഈ ഒരു കാട്ടുതീക്ക് പിന്നിലുള്ള രഹസ്യമെന്ന് ഇതുവരെയും കണ്ടെത്തുവാൻ സാധിച്ചില്ല. അപ്പോൾ ക്യാമറയിൽ പതിഞ്ഞ ചില പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളെ ഭയപ്പെടുത്തിയത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള വീഡിയോസും നിങ്ങൾക്ക് താഴെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലും മികച്ചൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.